പാർട്ടി അറിയിക്കാതെ വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ ദൗത്യം ഏറ്റെടുത്ത് ശശി തരൂർ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ശശി തരൂർ വിദേശ പര്യടനം നടത്തുന്നത്. 2 ആഴ്ചത്തെ സന്ദർശനത്തിൽ UK, റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ തരൂർ സന്ദർശിക്കും. എന്നാൽ വിഷയത്തിൽ തരൂരിനെതിരെ കരുതലോടെ മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. കിരൺ ബാബു ചേരുന്നു. കിരൺ, ഒരുപക്ഷേ ശശി തരൂർ വിഷയത്തിൽ ഇനി തരൂർ പാർട്ടിക്കൊപ്പം ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നവരാണ് കോൺഗ്രസിൽ അധികവും എന്നതാണ് പൊതു സാഹചര്യം. കാരണം തരൂരും പാർട്ടിയുമായുള്ള അകൽച്ച പല തലങ്ങളിലായി ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ അതടക്കം അത് വളരെ പ്രകടമാണ് താനും. ഈ വിഷയത്തിൽ ശശി തരൂരിൻ്റെ നീക്കം യഥാർത്ഥത്തിൽ എന്താണ്? അദ്ദേഹം താൻ പാർട്ടി കോൺഗ്രസ്സുകാരനാണെന്ന് പറയുമ്പോഴും പാർട്ടിക്ക് വിധേയനാവുന്നില്ല എന്ന വിഷയമില്ലേ? ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം തുടരുകയാണ്. ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെയും ഓപ്പറേഷൻ സിന്ദൂറിന് പാർട്ടിയുടെ അനുമതിയോടുകൂടി ആയിരുന്നില്ല ആ സംഘത്തെ നയിക്കാൻ ശശി തരൂർ പോയത്. അതിനു മുമ്പ് ആ തരത്തിൽ പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നില്ല. അതിനുശേഷം മടങ്ങി വന്ന ശേഷമാണ് ശശി തരൂർ ആ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വത്തോട് കാണാൻ അവസരം ചോദിച്ചത്. പക്ഷേ പാർട്ടി നേതൃത്വം അങ്ങനെ ഒരു സമയം അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ 2 ആഴ്ചത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് ശശി തരൂർ UK-ലും റഷ്യയിലും പോകുന്നത്. അദ്ദേഹം പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ചെയർമാൻ എന്ന ആ പദവി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ യാത്ര. സ്വാഭാവികമായും സിന്ധൂരിന്റെ തുടർ നടപടികൾക്കായിട്ടാണ്. ഇതിനിടയിൽ പ്രധാനമന്ത്രിയുമായും ശശി തരൂർ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ മറ്റു രാഷ്ട്രീയ വിഷയങ്ങളൊന്നും കടന്നു വന്നില്ല എന്നും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട നയതന്ത്ര വിഷയങ്ങൾ, ഔദ്യോഗിക വിഷയങ്ങൾ മാത്രമേ കടന്നു വന്നിട്ടുള്ളൂ എന്നാണ് ശശി തരൂർ വിശദീകരിച്ചത്. പക്ഷേ അപ്പോഴും ഇങ്ങനെ ഒരു യാത്ര ഉള്ള വിവരം പാർട്ടിയെ ശശി തരൂർ അറിയിച്ചിരുന്നില്ല. ശശി തരൂരിന്റെ യാത്ര മറ്റ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നാണ് കോൺഗ്രസ് പാർട്ടിക്കടക്കം അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ തരൂർ പറയുന്നത് താൻ മടങ്ങി വന്ന ശേഷം നേതാക്കളെ കാണാൻ, ഖാർഗെ കാണാനും രാഹുൽ ഗാന്ധിയെ കാണാനും സമയം ചോദിച്ചിട്ടുണ്ട് എന്നാണ്. 3 മാസം മുമ്പും സമാനമായ രീതിയിൽ ശശി തരൂരും പാർട്ടിയുമായി വലിയ സംഘർഷമൊക്കെ ഉണ്ടാവുകയും രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് ശശി തരൂർ ചർച്ച നടത്തുകയും ഇനി പാർട്ടി ലൈനെതിരായ നിലപാട് താൻ സ്വീകരിക്കില്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് ശശി തരൂർ ഉറപ്പു നൽകുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. പക്ഷേ പിന്നീട് ഇപ്പോൾ വീണ്ടും അതേ നിലപാടിലേക്ക് തന്നെ ശശി തരൂർ നീങ്ങുന്നു. പക്ഷേ കരുതലോടെ നിൽക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കാരണം ഏതെങ്കിലും കാരണവശാൽ ശശി തരൂരിനെ നേതാക്കൾ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഒരു പരസ്യമായ എതിരഭിപ്രായം ഉണ്ടായാൽ സ്വാഭാവികമായും കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും അഭിപ്രായം പറയുകയും അത് പരസ്യമായി തന്നെ ശശി തരൂർ പാർട്ടി വിട്ടു പോകേണ്ട അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്തു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയും അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ BJPക്ക് ഗുണം ചെയ്യുന്ന ഒരു നീക്കം, രാഷ്ട്രീയ നീക്കമായിരിക്കും. അതുകൊണ്ട് തന്നെ കരുതലോടുകൂടി നീങ്ങുക എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസം തന്നെ കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. അങ്ങനെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ അതിർത്തി പരസ്യമാക്കിയതിലൊക്കെ ഹൈക്കമാൻഡിന് കടുത്ത അതിർത്തിയുണ്ട്. പക്ഷേ തൽക്കാലം ഇതൊന്നും പറയേണ്ടതില്ല, അവഗണിച്ചു വിടുക എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ പാർട്ടി ഹൈക്കമാൻഡ് നിൽക്കുന്നത്. അതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ എന്തായാലും കരുതലോടെ മുന്നോട്ട് പോവുക എന്നതാണ് തീരുമാനം. കിരൺ, ഒരു കാര്യം, ഒരുപക്ഷേ ഈ തരൂർ കോൺഗ്രസ് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്. ഒരുപക്ഷേ കേരളത്തിലെ കോൺഗ്രസിൽ തരൂരിൻ്റെ സാന്നിധ്യമൊക്കെ ഏറെ ചർച്ചയും നിർണായകവുമാണല്ലോ. വരാനിരിക്കുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. അപ്പോൾ ഈ തരൂരുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുന്നത് അത് പാർട്ടിക്ക് പൊതുവിൽ ക്ഷീണമാകും എന്ന ഒരു പ്രശ്നം കേരളത്തിലെ കോൺഗ്രസിനില്ലേ? അതുകൊണ്ടുകൂടിയാണോ കേരളത്തിലെ നേതാക്കൾ, കാരണം ഇന്നലെയൊക്കെ പ്രതികരിച്ച നേതാക്കൾ വളരെ കരുതലിലാണ്, ഒരു വാക്കുപോലും അങ്ങോട്ട് വിട്ടു പറയാതെ വളരെ കരുതലിലാണ് നീങ്ങുന്നത്. ഇതൊരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണോ പോകുന്നത്? സജിത്ത്, കേരളത്തിലെ നേതാക്കൾ ഇപ്പോൾ കേരളത്തിൽ ഈ നിയമസഭ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടേക്ക് ശശി തരൂരിനെ ക്ഷണിച്ചിരുന്നില്ല. തരൂർ സ്വന്തം നിലയിൽ അവിടെ പോവുകയും ചെയ്തിരുന്നില്ല. നേതാക്കളൊക്കെ ക്ഷണിക്കണോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ പോകണോ എന്നുള്ള വിഷയമൊക്കെ നിലനിൽപ്പുണ്ട്. കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തരൂർ ഒരു താരപ്രചാരകനായി നിന്നുകൊണ്ട് കേരളത്തിലേക്ക് ഒരു വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കും. അത്തരം ഒരു പ്രതീക്ഷയോ അല്ലെങ്കിൽ അത്തരം ഒരു കണക്കൂട്ടലോ ഒന്നും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഹൈക്കമാൻഡ് പക്ഷേ അങ്ങനെയല്ല. ശശി തരൂരിനെ പോലെ ഒരു ഇന്ത്യ അറിയുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവ്, പ്രത്യേകിച്ച് BJPക്കെതിരെയൊക്കെ പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും പുസ്തകങ്ങൾ എഴുതുകയും അന്താരാഷ്ട്ര വേദിയിലടക്കം ഇന്ത്യക്ക് വേണ്ടി വലിയ രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ തരത്തിൽ പാർട്ടിക്ക് പുറത്ത് അംഗീകാരമുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ്, മുൻ കേന്ദ്രമന്ത്രിയാണ് എന്നതുകൂടി ആലോചിക്കണം. അങ്ങനെ ഒരാൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥ വന്നാൽ, പാർട്ടി പുറത്താക്കുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ സ്വയം പുറത്തു പോകുന്ന ഒരവസ്ഥ വന്നാൽ സ്വാഭാവികമായും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് നാണക്കേടാണ്. കോൺഗ്രസിന് അത്തരത്തിൽ നിഷ്പക്ഷമായി കിട്ടേണ്ട കുറേ വോട്ടുകളിലും അതിലൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. ഇനി BJPയിലേക്ക് പോകുന്ന
ഒരവസ്ഥ എങ്ങാനും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് അതിലും വലിയ ഒരു തിരിച്ചടിയായി മാറുന്ന ഒരവസ്ഥയൊക്കെ വരും. അതുകൊണ്ട് തന്നെ ശശി തരൂരിൻ്റെ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഹൈക്കമാൻഡ് സ്വീകരിക്കുന്നത്. തരൂർ ഇങ്ങനെ ഉറച്ച നിലപാട് സ്വീകരിക്കാനും വെല്ലുവിളിക്കാനും ഒക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തരൂരിനെ പോലെ ഒരു നേതാവിനെ തള്ളിക്കളയാൻ കോൺഗ്രസിനാവില്ല, അങ്ങനെ ഉണ്ടായാൽ കോൺഗ്രസ് ഉണ്ടാകാമെന്ന തിരിച്ചടി വലുതായിരിക്കും എന്നത് കണ്ടു തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി തന്ത്രപൂർവ്വമായി മൗനം പാലിക്കുക. ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ നിർദ്ദേശം കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം നൽകിയിട്ടുണ്ട്. തരൂരിന്റെ പ്രസ്താവനകളോട് പ്രതികരിക്കേണ്ടതില്ല, തരൂരിന്റെ വിഷയത്തിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണത്തിന് മുതിരേണ്ടതില്ല, അത് തൽക്കാലം അവഗണിച്ച് വിട്ടേക്കുക. തരൂർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ രീതിയിൽ അദ്ദേഹം പൊയ്ക്കോട്ടെ എന്നുള്ള ഒരു മട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നീട് ആവശ്യം വരുന്ന സമയത്ത് ആ ഘട്ടങ്ങളിൽ നിലപാട് സ്വീകരിക്കാം എന്നുള്ളതാണെങ്കിൽ കോൺഗ്രസിന് പ്രകോപിപ്പിച്ച് അദ്ദേഹത്തെ അല്ലെങ്കിൽ അപമാനിച്ച് അദ്ദേഹത്തെ പുറത്തുവിട്ടു എന്നൊരു പ്രതീതി ഒരു കാരണവശാലും ഉണ്ടാവരുത് എന്ന് ഹൈക്കമാൻഡ് തീവ്രമായി തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കർശന നിർദ്ദേശം പാർട്ടി നേതാക്കൾക്കെല്ലാം നൽകിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. യെസ്, അതാണ് സാഹചര്യം. കിരൺ, ഒരു കാര്യം കൂടി, ഇക്കാര്യത്തിൽ ശശി തരൂരിന്റെ നിലപാട് എങ്ങനെയാണ്? വേണ്ടി വന്നാൽ പാർട്ടിക്ക് പുറത്തു പോയാൽ അതൊരു രക്തസാക്ഷി പരിവേഷം, പാർട്ടി പുറത്താക്കട്ടെ, അങ്ങനെയെങ്കിൽ അങ്ങനെ പോകട്ടെ എന്നൊരു സ്റ്റാൻഡാണോ തരൂർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്? സജിത്ത്, നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിൻ്റെ ഇതുവരെയുള്ള നിലപാടുകൾ, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ എന്ന് പറയുന്ന അന്താരാഷ്ട്ര വേദികളിലടക്കം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ആ വേദികളിലൊക്കെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമൊക്കെ അതിശക്തമായി എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ശശി തരൂരിന് നാളെ BJP-യിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹം ഇത്ര കാലം ഉയർത്തിപ്പിടിച്ച അദ്ദേഹം മുന്നോട്ട് വെച്ച ശരി എന്ന് പറഞ്ഞ് മുന്നോട്ട് വെച്ച ആശയങ്ങളെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. അത്തരമൊരു നീക്കത്തിലേക്ക് ശശി തരൂർ നീങ്ങാനുള്ള സാധ്യത പൊതുവെ കാണുന്നില്ല. അത് പൊതുവെ രാഷ്ട്രീയമൊക്കെ പറയുമ്പോൾ ഇല്ലെങ്കിൽ നാളെ BJP-യിലേക്ക് പോയി മന്ത്രിസ്ഥാനം എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു നീക്കത്തിനുള്ള ഇതുവരെയുള്ള ശശി തരൂരിൻ്റെ രാഷ്ട്രീയം പരിശോധിച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഒരു പാർട്ടി മാറി ഒരു സ്ഥാനത്തിന് വേണ്ടി പോകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. പക്ഷേ മറ്റൊന്ന് ശശി തരൂരിന് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാം. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയ പദവികൾ വേണം, അല്ലെങ്കിൽ പാർട്ടിയിൽ അർഹിക്കുന്ന അംഗീകാരം വേണം. ശശി തരൂർ പ്രധാനപ്പെട്ട ഐക്യരാഷ്ട്രസഭയുടെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോഴാണ് കോൺഗ്രസിലേക്ക് വരികയും കോൺഗ്രസ് അദ്ദേഹത്തിനെ MP ആക്കുകയും അദ്ദേഹത്തിനെ കേന്ദ്രമന്ത്രിയാക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണത്തിൽപ്പെട്ട്, ക്രിക്കറ്റിനുമായി ബന്ധപ്പെട്ട ഒരു IPL ആരോപണത്തിൽപ്പെട്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നു. പിന്നീട് വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് മടങ്ങി വരാനും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ശശി തരൂരിനെ പോലെ ഒരു വ്യക്തിയെ കോൺഗ്രസിന് ആവശ്യമാണ് എന്നതും തൻ്റെ ഇമേജ് പ്രതിച്ഛായ എന്ന് പറയുന്നത് അത് കോൺഗ്രസിന് അപ്പുറത്തേക്കുള്ള ഒരു പ്രതിച്ഛായയാണെന്നും തിരുവനന്തപുരത്തടക്കം BJP-യെ വിജയത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് കോൺഗ്രസിൻ്റെ വോട്ടിനൊപ്പം തൻ്റെ പ്രതിച്ഛായ കൂടിയാണ് എന്നുള്ളതുമൊക്കെ ശശി തരൂരിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ശശി തരൂർ പലപ്പോഴും അത്തരം നിലപാടുകൾ, BJP-യിലേക്ക് പോകുന്നു എന്നുള്ള നിലപാടുകളൊക്കെ വരുമ്പോൾ അദ്ദേഹം മിണ്ടാതിരിക്കുകയും, അല്ലെങ്കിൽ ഇടയ്ക്ക് കേരളത്തിൽ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുകൂലിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ അനുകൂലിച്ച് പറയുകയും, അങ്ങനെ മറ്റൊരു പ്രതിച്ഛായ കോൺഗ്രസിന് അതീതമായ മറ്റൊരു പ്രതിച്ഛായ സ്വയം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമവും തനിക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിച്ഛായ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വവുമായി വെല്ലുവിളിക്കുക അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വവുമായി വിലപേശുക, ഈ ഒരു തന്ത്രത്തിനപ്പുറത്തേക്ക് BJP-യിലേക്ക് പോകാൻ ശശി തരൂരിന് ഇതുവരെയുള്ള രാഷ്ട്രീയം പരിശോധിച്ചാൽ അങ്ങനെ ഒരു നീക്കത്തിനായില്ല കൂടുതൽ സാധ്യത. പക്ഷേ തരൂരിന് അർഹിക്കുന്ന അംഗീകാരം കൊടുത്തില്ലെങ്കിൽ ഞാൻ പാർട്ടിയെ വെല്ലുവിളിക്കും, വേണമെങ്കിൽ നിങ്ങൾക്ക് എനിക്കെതിരെ നടപടിയെടുക്കുന്നെങ്കിൽ ആയിക്കോ എന്നുള്ളൊരു മട്ടിലേക്കൊക്കെ പുള്ളി നിൽക്കാൻ, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഒരു നീക്കമൊക്കെ നടത്തി പാർട്ടിയെ പ്രതിസന്ധിയിലേക്ക്, ഇപ്പോൾ യഥാർത്ഥത്തിൽ തരൂരിൻ്റെ ആ ഒരു ഭാഗമാണ് വിജയിച്ചു നിൽക്കുന്നത്. തരൂർ യഥാർത്ഥത്തിൽ ഓപ്പണായി തന്നെ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു, പാർട്ടിയെ വെല്ലുവിളിച്ച് നിലപാടുകൾ സ്വീകരിക്കുന്നു, പരസ്യമായി അഭിപ്രായ പ്രകടനങ്ങൾ പറയുന്നു. ഇതിനൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെയാണ്. അതിർത്തി ഉണ്ടെങ്കിൽ അത് പരസ്യമാക്കാൻ അദ്ദേഹം വിനിയോഗിച്ച ദിവസമൊക്കെ കേരളത്തിൽ ആ ഒരു ദിവസമാണ്. കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ചാലും ദേശീയ തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചാലും തരൂർ വെല്ലുവിളിക്കുക തന്നെയാണ്. പക്ഷേ തരൂരിനെ പുറത്താക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ തരൂരിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നിലുണ്ട്. ആ പ്രതിസന്ധിയാണ് കൃത്യമായി തന്നെ തരൂർ മുതലെടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം BJP-യിലേക്ക് പോകും എന്നുള്ളതൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു സൂചനയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ യാത്രകൾ പരിശോധിച്ചാലോ അങ്ങനെ നമുക്ക് തൽക്കാലം പറയാനാവില്ല. യെസ്, കിരൺ സൂചിപ്പിച്ചതുപോലെ എന്തായാലും തരൂർ BJP-യിലേക്കില്ല, മറിച്ച് പാർട്ടിക്ക് മുന്നിൽ ഒരു സമ്മർദ്ദ തന്ത്രമാണ് തരൂരിൻ്റെ ലക്ഷ്യം. അത് ആ തരത്തിൽ തന്നെ തുടരുകയും ചെയ്തു. പാർട്ടിയുമായി ഉടക്കി നിന്നുകൊണ്ട് എന്നാൽ കോൺഗ്രസ്സുകാരനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം ശശി തരൂർ നടത്തുന്നു. കോൺഗ്രസ് നേതൃത്വം വളരെ ജാഗ്രതയിൽ, കരുതലിൽ തന്നെയാണ് തരൂരിനെ കൈകാര്യം ചെയ്യുന്നത്.